ഫൈനലി അങ്ങനെ എന്റെ കോളേജ് ജീവിതം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. കോളേജൊക്കെ വലിയ കോളേജ്. ഇവിടുത്തെ പിള്ളേരൊക്കെ എങ്ങനെയുള്ളവരാവോ എന്തോ. അതിനിപ്പോ നാളെ ചിന്തിക്കാം. നാളെയാണ് എന്റെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോ അഡ്മിഷനൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി കോളേജ് ഹോസ്റ്റലും കൂടി എങ്ങനെയായിരിക്കും എന്നറിഞ്ഞാൽ മതി. ഇനിയിപ്പോ ഇവിടെ ഏത് ഗുദാമിലായിരിക്കുമോ എന്തോ എന്റെ റൂം. ഇനിയിപ്പോ റൂം അറിഞ്ഞാൽ മാത്രം പോരല്ലോ, റൂംമേറ്റ് ആളെങ്ങനെയായിരിക്കും എന്തോ. എന്തായാലും നല്ല വൈബുള്ള ഒരാളെ തന്നെ എനിക്ക് റൂംമേറ്റ് ആയിട്ട് തരണേ എന്റെ ദൈവമേ, അല്ലെങ്കിൽ ബോറടിച്ച് ഞാൻ ചാകും. ഒന്നാമത് ഇവിടെ എനിക്കൊരു മനുഷ്യനും പരിചയമില്ല. അപ്പൊ പിന്നെ റൂംമേറ്റ് നല്ലൊരു ആളാണെങ്കിൽ, എന്റെ വൈബിന് ഒത്തുപോകുന്ന ഒരാളാണെങ്കിൽ സമാധാനം. എന്തായാലും വലതുകാലം വെച്ചിട്ട് തന്നെ ഹോസ്റ്റലിലേക്ക് കയറാം. ഇനി അതായിട്ടൊരു കുറവ് വേണ്ട. ഹായ് ഡിയർ, ആം ആത്വിക്. ഞാൻ നിങ്ങളുടെ പുതിയ റൂംമേറ്റാ. നിങ്ങളുടെ പേരെന്താ? Don't touch my things. സീരിയസ്ലി, ഇത്രയും നീട്ടുള്ള ഒരു പേരോ? ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും പേരിടൂ? ഓ, ചിലപ്പോ നിങ്ങളുടെ പാരന്റ്സ് നല്ല മോഡേൺ ആയിരിക്കില്ലേ, അതായിരിക്കും ഇങ്ങനെ ഒരു പേരിട്ട്. എന്തായാലും ഇങ്ങനെയൊക്കെ പേര് ആൾക്കാർക്ക് ഉണ്ടാവോ? എന്റെ ഈശ്വരാ. അല്ല, നിങ്ങളെ വിളിക്കാൻ വല്ല നിക്നെയിമും ഉണ്ടോ? അതാകുമ്പോ സിമ്പിളായി വിളിക്കായിരുന്നു. ഇതെന്താ പാടാന്ന് ഇങ്ങനെയൊക്കെ വിളിക്കാൻ? എന്താ ചെറുക്ക, വെറുതെ നീ എന്റെ വായിലിരിക്കുന്നത് ഫുള്ള് കേൾക്കാതെ കണ്ട. ഒന്നുമില്ലെങ്കിലും സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ ആ പറഞ്ഞത് പേരല്ല എന്നുള്ളത്. എടാ പൊട്ട, ഞാൻ പറഞ്ഞത് എന്റെ ഒരു സാധനം നീ തൊഴരുത് എന്നാ. ഇങ്ങനൊരു മരവാക്കിനെയാണല്ലോ എനിക്ക് റൂംമേറ്റ് ആയിട്ട് തന്നത്. അല്ലെങ്കിൽ എന്റെ പേരും നാളും ജാതകമൊക്കെ അറിഞ്ഞിട്ട് നിനക്കെന്തിനാ? നീ നിന്റെ കാര്യം നോക്ക്, അല്ലാതെ വല്ലാണ്ട് എന്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട, മനസ്സിലായോ? ബെസ്റ്റ്. ഈ മോരാച്ചിന്റെ കൂടെയാണോ ദൈവമേ ഞാൻ ഇനി റൂം ഷെയർ ചെയ്യേണ്ടത്? തീർന്ന്, എല്ലാം തീർന്ന്. എന്തൊക്കെയായിരുന്നു. വൈബിനൊറ്റ ഒരാളെ കിട്ടുന്നു, ചില്ല് ചെയ്യുന്നു, ഒലക്കട മൂട്. എന്നിട്ടിപ്പോ കിട്ടിയത് വല്ലാത്തൊരു വൈബായിപ്പോയി. എന്തൊരു ഗതികേടാണ്. തുടക്കം തന്നെ പിഴച്ചെന്റെ ദൈവമേ. ഇനി ഇങ്ങോട്ട് എന്തൊക്കെയായിരിക്കും. ഒരു സാധനം തൊടയുമ്പോ പോലും തൊട്ടാലെന്താ? എനിക്കങ്ങോട്ട് ദേഷ്യം വരുന്നു. തർക്കലൊക്കെ ഒന്നും പറയണ്ട, വന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ. പോകെ പോകെ നോക്കാം എങ്ങോട്ടേക്കാണ് ഈ പോക്കുന്നത്. എന്റെ ദൈവമേ, എന്താ ഈ റൂം ഇങ്ങനെ? ഇയാളെന്താ ഈ റൂം ഇത്രയും വൃത്തിയില്ലാതെ വെച്ചിരിക്കുന്നേ? ഓ, സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയും വലിച്ചു വാരി. കണ്ടിട്ട് തന്നെ ഒരു മാതിരിയാവുന്നു. ഇതൊക്കെ ഒന്ന് വൃത്തിയിലൊക്കെ എടുത്തു വെച്ചിടുകൾക്ക്. ഇങ്ങനെ ഒരു വൃത്തിയില്ലാത്ത സാധനത്തിന്റെ റൂമിൽ തന്നെയാണല്ലോ ഞാൻ ചെന്ന് പെട്ടത്. ഇനി ഇതിന്റെ ഇടയിൽ ഞാൻ എന്റെ സാധനങ്ങൾ എവിടെ വെക്കോ എന്തോ. കാര്യമായിട്ട് എന്റെ കുറെ ബുക്സ് ഉണ്ട്. ഈ ബുക്സ് ഒക്കെ എവിടെ വെക്കാം? ഓ, ഷെൽഫ് അവിടെ ഉണ്ടല്ലോ. ഓ, ഈ ഷെൽഫ് താഴേക്ക് അയാൾ ബുക്സ് വെച്ച് നിറച്ചു. ഇനിയിപ്പോ മോളത്തെ തട്ട് മാത്രമാണല്ലോ ബാക്കി. ഇനിയിപ്പോ അവിടെ വെക്കേണ്ടി വരും. പക്ഷെ ഞാൻ എങ്ങനെ വെക്കും? എനിക്കാണെങ്കിൽ അത് എത്തുമല്ലോ. ഓ, എന്തോരം ബുക്സാ. ഇതൊക്കെ ഇയാളുടേതായിരിക്കും. ഇയാളപ്പോ ഒരു പഠിപ്പിയായിരിക്കും, അതാണ് ഇത്ര ചാട. ഇരിക്കുന്ന കണ്ടില്ലേ പുസ്തകപ്പുഴു.
ക്ലാസ് ഒന്നും തുടങ്ങിയില്ലല്ലോ, അപ്പോഴേക്കും പഠിക്കാൻ തുടങ്ങിയ. ഇയാളും അത് കൊള്ളാലോ. അയാൾ അവിടെ കിടന്ന് എന്തേലും കാണിക്കട്ടെ, ഞാൻ എന്റെ പണി നോക്കട്ടെ. ആദ്യം എന്റെ ബുക്സ് മേലത്തെ തട്ടിൽ വയ്ക്കണം. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് അദ്വൈക്ക്. ഇതൊക്കെ എനിക്ക് പുല്ലാണ്, പുല്ല്. പുഷ്പം പോലെ ഞാൻ ഈ ബുക്കുകളെ വയ്ക്കും. അല്ല പിന്നെ എന്നോട് കളി. നിങ്ങളെല്ലാത്തവർക്കും ഇവിടെ ജീവിക്കണ്ടേ? അയ്യോ അമ്മച്ചിയേ, അയ്യോ വാ എണീക്ക്. പഠിച്ചെത്താൻ നിനക്ക് വല്ല കാര്യമില്ല, ആവശ്യമില്ലാതെ ഇതിന്റെ പുറത്തൊക്കെ വന്നു കയറണ്ടേ. അതും ഈ സ്റ്റൂളിന്റെ പുറത്ത് വിവരമുള്ള ആരെങ്കിലും പോയി നിൽക്കൂ. കാരണം ഇത് സ്ലിപ്പ് ആവുന്നതാണ്, കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ. ഒരു ഗ്രിപ്പില്ലാത്ത സ്റ്റൂളാ. എന്നിട്ട് അതിന്റെ പുറത്ത് അവൻ വലിഞ്ഞു കയറി നിന്നിരിക്കുന്നു. എന്തിനാണ് അവൻ ഇതിന്റെ പുറത്ത് കയറി നിന്നേ? അത് പിന്നെ എനിക്ക് എന്റെ ബുക്സ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെക്കണ്ടേ. ഒന്നാമതേ ഈ റൂം ഫുള്ള് എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ടിരിക്കുക. ആകെ വീട്ടിലുള്ളത് ഈ ഒരു ബുക്കിന്റെ ഷെൽഫും മാത്രം. ഇവിടെ ആണെങ്കിൽ താഴെയൊക്കെ നിങ്ങളുടെ ബുക്ക് വെച്ച് നിറച്ചിട്ടുണ്ട്. പിന്നെ ആ മുകളിലുള്ള തട്ട് മാത്രമാണല്ലോ ബാക്കിയുള്ളത്. അവിടെ എന്റെ ബുക്ക് വെക്കാൻ വിചാരിച്ചു, പക്ഷെ എനിക്ക് നീളമില്ലാത്ത പറ്റൂലല്ലോ. അതോടെ ഞാൻ ഈ സ്റ്റൂളിന്റെ പുറത്ത് കയറി ബുക്ക് വെക്കാൻ നോക്കിയത്. അല്ലാതെ ഇങ്ങനെ താഴെ വീഴുന്നു ഞാൻ വിചാരിച്ചോ? നോക്ക്, ഞാൻ ഒരു കാര്യം പറയാം. വെറുതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാനോ ഡിസ്റ്റർബ് ചെയ്യാനോ നിൽക്കരുത്. എനിക്ക് കുറച്ച് പ്രൈവസി വേണം, എനിക്ക് കുറച്ച് സമാധാനം വേണം. വെറുതെ കലപില സൗണ്ടുകളൊന്നും ഉണ്ടാക്കി വെക്കരുത്, മനസ്സിലായോ? സോ എന്ത് ചെയ്യാനെങ്കിലും കെയർഫുൾ ആയിട്ട് ചെയ്യണം. യു ഗെറ്റ് ദാറ്റ്? ഓ, താനീ മൂരാച്ചിയാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ വീണിട്ട് എന്തെങ്കിലും പറ്റുമെന്ന് പോലും ചോദിച്ചില്ല. കഷ്ടം തന്നെ. ഇതുപോലെ ഒരു സാധനത്തിന് കൂടെയാണല്ലോ ഞാൻ റൂം ഷെയർ ചെയ്യേണ്ടത്. എന്റെ വീതി, ഇത് മനുഷ്യനല്ല, ഇത് മൃഗ, കാട്ടുമുയൽ. നമ്മുടെ അഡ്വിക് ഇതെല്ലാം മനസ്സിൽ പറഞ്ഞതായിരുന്നു. പക്ഷേ പറച്ചിലെ ആ ഒരു ഫ്ലോയില് സൗണ്ട് കുറച്ച് കൂടിയതുകൊണ്ട് നമ്മുടെ ബദ്രി ഇതെല്ലാം കേട്ടു. നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ആരാടാ നിന്റെ മൂരാച്ചി? ആരെ കാട്ടുമുയല്? പറ, ഞാൻ മൂരാച്ചിയാണോ? ഞാൻ മൂരാച്ചിയാണോന്ന്? എന്റെ ശിവനെ, ഞാൻ പെട്ടു. എന്റെ അദ്വൈക്, നിനക്കൊന്ന് പയ്യെ പറഞ്ഞു പോരായിരുന്നു. ഇനിയിപ്പോ എന്താ ഇയാളോടെയും പറയാൻ? അത് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, ഞാൻ വെറുതെ ചുമ്മാ ജസ്റ്റ് കിഡിങ്. നിനക്ക് ഈ ജോക്കൊന്നും അറിയില്ലല്ലേ? അതൊക്കെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലൊന്നും എടുക്കണം, അത്രേ ഉള്ളൂ. അത് കാര്യമായിട്ട് എടുക്കുന്നതല്ല, വെറുതെ ഒരു ഫണ്ണ്. ഒടുക്കത്തിലെ ഫണ്ണും ജോക്കും. ഇനി ഇമാതിരി ഫണ്ണും ജോക്കും കൊണ്ട് എന്റെ അടുത്ത് വന്നോ കാര്യം ഇടയ്ക്കുമ്പോ തന്നറിയോ? വെറുതെ എന്നെ കൊണ്ട് കടുകൾ ചെയ്യിപ്പിക്കരുത് നീ. അതെ, ഒന്ന് നോക്കൂ. അതെ, ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്തതിന് സോറി കേട്ടോ. അതെ, നോക്കൂ, ഒരു കാര്യം കൂടി. താങ്ക്സ്. ഞാനിവിടെ വീണപ്പോ എന്നെ എഴുന്നേൽക്കാൻ സഹായിച്ചില്ലേ? അപ്പോഴേ താങ്ക്സ് പറയേണ്ടതായിരുന്നു. പക്ഷെ പറയാനൊരു ഗ്യാപ്പ് കിട്ടിയില്ല, അതുകൊണ്ടാ. താങ്ക്സ്. അതെ, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ? അതാണോ നിങ്ങളൊന്നും പറയാത്തേ? നോക്കൂ, ട്രസ്റ്റ് മീ, ഞാൻ നിങ്ങളെ മനഃപൂർവ്വം ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പിന്നെ മൂരാച്ചിന്നൊക്കെ വിളിച്ചതാണെങ്കിൽ ഐ ആം സോ സോറി.
ഞാൻ അറിയുന്നോട് വിളിച്ചതല്ല. സോ എന്നോട് ദേഷ്യം കാണിക്കരുത് പ്ലീസ്. ഒന്ന് നോക്കൂലേ പ്ലീസ്. നിങ്ങൾ എന്തിനെങ്കിലും ദേഷ്യം പിടിച്ച് നോക്കുന്നേ? നോക്കൂ പ്ലീസ്. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലാന്ന് പറഞ്ഞില്ലേ? അയ്യോ ഒന്ന് നിർത്തടാ. കുറെ നേരായി അവന്റെ ഒരു നോക്കൂ അല്ലെങ്കിൽ അതെ കേട്ട് മനുഷ്യന് നിർത്തിയായി. നീ എന്താ പഴയ സിനിമയിലെ ഭാര്യ ഭർത്താവ് വിളിക്കുകയാണോ? ഞാൻ എന്താ നിന്റെ ഭർത്താവ് ഭാര്യ ഭർത്താവാണോ? നോക്കൂ മറക്കേന്നൊക്കെ പറയേ. നിനക്കെന്തെ പറയാനുണ്ടെങ്കിൽ എന്റെ പേര് വിളിച്ചാൽ മതി. പത്രി. ഇത്രയും നല്ലതാ. ഡിസ്കസ്റ്റിംഗ്. നോക്കൂ ഞാനെന്താ നോക്കൂട്ടി യന്ത്രോ? നോക്കുന്നേ. ഇത് വേറെ നിങ്ങൾ പറഞ്ഞു വരുത്. എന്റെ പേരെന്താ? ബദ്രി. ഓക്കെ, ബദ്രി. ഇത് എങ്ങനെ വിളിച്ചാൽ മതി. ചേടാ ഇപ്പൊ കുട്ടി ഫുള്ള് എനിക്കായോ? ഞാൻ വന്ന് കേറി അപ്പൊ തന്നെ നിങ്ങളോട് സോറി ബദ്രിനോട് പേര് ചോദിച്ചു. അപ്പൊ ബദ്രിയാണ് പേര് പറയാത്തത്. അതിലിപ്പോ എന്നെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ എനിക്ക് എന്തെങ്കിലും വിളിക്കണ്ടേ? പേരറിയാത്തതുകൊണ്ട് നോക്കൂ അതെയൊക്കെ വെച്ച് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. മതി ഇപ്പൊ എന്തായാലും പേരറിഞ്ഞല്ലോ. ഇനി അങ്ങനെ വിളിച്ചാൽ മതി. ഓക്കെ എന്നാ പിന്നെയാണ് ഞാൻ ബദ്രീന്ന് തന്നെ വിളിച്ചോളാം. എന്നാ ബദ്രി എന്നെ ബുക്സ് ഷെൽഫിൽ വെക്കാൻ ഹെൽപ്പ് ചെയ്യോ? വേണമെങ്കിൽ മതി. ഇനി ബദ്രി ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ തന്നെ വെച്ചോളാം. ഞാൻ വീണ്ടും ഈ സ്റ്റൂഡിന്റെ പുറത്ത് കയറി സ്ലിപ്പായി വീണ്ടും ഇതുപോലെ വീഴും. അപ്പം പിന്നെ ഞാൻ കയറും പിന്നെ വീഴും. അങ്ങനെ കേറും വീഴും അങ്ങനെയൊക്കെ കളിക്കുമ്പോൾ ഒരുപാട് സൗണ്ട് വരും. അപ്പം ബദ്രിക്ക് വീണ്ടും അതൊരു ഡിസ്റ്റർബൻസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം അത്രയും വലിയൊരു ഡിസ്റ്റർബൻസ് ഒഴിവാക്കണമെങ്കിൽ ബദ്രിനെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട കേട്ടോ, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. എന്താ ബദ്രിയൊന്നും പറയാത്തേ? എന്താ കാണിക്കുന്നത്? അങ്ങനെ പറഞ്ഞൂടാ. നീ തന്നെയല്ലേ പറഞ്ഞതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യണത്. ഞാൻ ജസ്റ്റ് നിന്നോട് ഹെൽപ്പ് ചെയ്തോന്നല്ലേ ഉള്ളൂ. എന്റെ ദൈവമേ, ഞാൻ നിന്നോട് പറഞ്ഞത് എന്നെ ബുക്സ് ഒന്ന് ഷെൽഫിൽ വെക്കാൻ ഹെൽപ്പ് ചെയ്യാനാ. അതിന് നീ എന്തിനാടാ എന്നെ എടുത്ത് പൊക്കില്ലേ? ചേടാ ഞാനിപ്പോ പൊക്കിയതാ കുറ്റം. നിനക്കെന്തായാലും അതവിടെ വെക്കാൻ എത്തിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ നിന്നെ പൊക്കി കഴിഞ്ഞാൽ നിനക്ക് സുഖമായിട്ട് അവിടെ ബുക്സ് വെച്ചൂടെ? അതിനാണ് ഞാൻ എടുത്തത്. ഇങ്ങനെ എടുത്തിട്ടുള്ള ഹെൽപ്പ് ഒന്നും വേണ്ട. താൻ ആദ്യം എന്നെ ഒന്ന് താഴെ ഇറക്കടോ. എന്നിട്ട് ആ ബുക്സ് താൻ തന്നെ ആ ഷെൽഫിനുള്ളിൽ വെച്ച് വന്നാൽ മതി. വേറൊന്നും ചെയ്യണ്ട. ഓക്കെ, ആസ് യുവർ വിഷ്. എന്റെ അമ്മ രക്ഷപ്പെട്ടു. നീ വളരെ ചെറുതാണല്ലോ. ഈ ഹൈറ്റിലേക്ക് നീ കോളേജിൽ വന്നാൽ എന്തോ ചെയ്യും? അവിടേക്ക് നല്ല ഹൈറ്റുള്ള ആൾക്കാരാ. നീ മാത്രമായിരിക്കും ഈ ഹൈറ്റ് പറഞ്ഞിട്ട്. നിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്കൊരു സമയം സങ്കടം വരുന്നുണ്ട്, ചിരിയും വരുന്നുണ്ട്. സാറില്ല, എല്ലാവർക്കും എന്നെ പോലെ ഹൈറ്റ് ദൂരം കൊടുക്കില്ലല്ലോ. ബട്ട് ഒരു കാര്യമുണ്ട്, യു സോ ക്യൂട്ട്. എന്റെ ചുവന്ന് തൊടുത്ത കവല കാണുമ്പോ അവ നുള്ളി എടുക്കാൻ തോന്നുന്നു.
ഞാൻ വിചാരിച്ച മാതിരിയല്ല, ആളത്ര മൂരാച്ചൊന്നുമല്ല. ഹലോ, നിങ്ങളോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ അടിക്കടി വിളിക്കരുതെന്ന്. എങ്ങാനും ആർക്കെങ്കിലും ഞാൻ ആരാണെന്ന് സത്യം മനസ്സിലായി കഴിഞ്ഞാൽ എന്താ ചെയ്യാ? വാട്ട്? ബദ്രി എന്താ ഇങ്ങനെ പറയണേ?